ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ പാഠമാണ് നടക്കുന്നത്. നമ്മൾ പുതിയൊരു വിഷയമാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. പാഠത്തിൻ്റെ പേര് നമുക്ക് ആദ്യം വായിക്കാം. മജല്ലത്തുൻ ബിഖത്തുൽ യദീൻ, കയ്യെഴുത്ത് മാസിക. നിങ്ങൾ കയ്യെഴുത്ത് മാസിക കണ്ടിട്ടുണ്ടോ? കണ്ടവരാരൊക്കെയുണ്ട്? അതായത് നമ്മൾ ഓരോരോ വിഷയം അല്ലെങ്കിൽ പല വിഷയങ്ങൾ എഴുതിയിട്ട് അതൊക്കെ ഒരു പുസ്തകം പോലെ ആക്കുക. അത് നമ്മൾ കൈകൊണ്ട് തന്നെ എഴുതണം. അപ്പോൾ അതിൽ ചിത്രങ്ങളുണ്ടാകും, എഴുത്തുകളുണ്ടാകും. അങ്ങനെയൊക്കെ എല്ലാതും കൂടി ഒരുമിച്ച് കൂട്ടിയ ഒരു പുസ്തകത്തിനൊക്കെയാണ് കയ്യെഴുത്ത് മാസിക എന്ന് പറയുക. അപ്പോൾ ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, നിങ്ങൾ ചിത്രം ശ്രദ്ധിച്ചോ? അതെ, ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി കയ്യെഴുത്ത് മാസിക ഉണ്ടാക്കുന്നൊരു ചിത്രമാണ് അതിൽ കാണാനുള്ളത്. അപ്പോൾ അവർക്കിടയിൽ ഉള്ള സംസാരമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ അതിലൊക്കെ ഉപയോഗിക്കുക മലയാളത്തിൽ? അപ്പോൾ അതിൻ്റെ അറബി എങ്ങനെയാണെന്ന് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. ആദ്യം ഇതിലുള്ള ഈ ചിത്രത്തിന് താഴെയുള്ള ഭാഗം അത് നമുക്കൊന്ന് വായിച്ച് അർത്ഥം പറയാം ഇൻഷാ അല്ലാഹ്. ശേഷം ഇത് നമുക്ക് വിശദീകരിക്കാം. ഈ ക്ലാസ്സിലെ ഒരു കുട്ടി ആണ് സംസാരിക്കുന്നത്. മറ്റുള്ള കുട്ടികളോടൊക്കെ ഒരു കുട്ടി സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന കുട്ടിയുടെ പേര് ജാബിർ എന്നാണ്. ജാബിർ എന്നുള്ള കുട്ടി മറ്റു കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം അർത്ഥം പറയാം. അസ്തിഖായി, എൻ്റെ കൂട്ടുകാരെ. അന ജാബിറുൻ, ഞാൻ ജാബിർ. ഉഹിബ്ബുൽ ഖിറാഅത്ത, ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. അല്യോമ, ഇന്ന്. നെഹ്നു നുഇദ്ദു മഅൻ, നമുക്ക് ഒരുമിച്ച് തയ്യാറാക്കാം. മജല്ലത്തൻ മക്തൂബത്തൻ ബി ഖത്തുൽ യദി, കയ്യെഴുത്ത് മാസിക, കൈകൊണ്ട് എഴുതിയ ഒരു മാസിക നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം. അൻത, നീ. യാസിറല്ലേ, യാസിറെ നീ. വ അൻതി, നീ. ഫാത്തിമ, ഫാത്തിമ. കിതാബത്തുകുമ, നിങ്ങൾ രണ്ടുപേരുടെയും എഴുത്ത് ജമീൽ, നല്ല ഭംഗിയുള്ള എഴുത്താണ് നിങ്ങൾ രണ്ടുപേരുടെയും. അൻതുമ, നിങ്ങൾ രണ്ടാളും. തക്തുബാനി ഫിൽ വറഖത്തി, നിങ്ങൾ പേപ്പറിൽ എഴുതണം. നിങ്ങൾ രണ്ടുപേരും പേപ്പറിൽ എഴുതണം. യാ സാലിമു വ നബീലു വ നിഹാലു, സാലിമെ, നബീല, നിഹാലെ. അന്തും, നിങ്ങൾ. തജ്മഊന അൽ അഖ്ലാം, നിങ്ങൾ പേനകളും വൽ അൽവാന, കളറുകളൊക്കെ എന്ത് ചെയ്യണം? സംഘടിപ്പിക്കണം, ഒരുമിച്ച് കൂട്ടണം നിങ്ങൾ. യാ ഹാദിയ വ നൂറ വ റമീസ, ഹാദിയ, നൂറ, റമീസ. അന്തുന്ന, നിങ്ങൾ. തുസമ്മിംന അൽ ഖിലാഫ, നിങ്ങൾ കവർ ഡിസൈൻ ചെയ്യണം. തുസമ്മിംന, നിങ്ങൾ ഡിസൈൻ ചെയ്യണം. അൽ ഖിലാഫ, കവർ. മാഗസിൻ ആകുമ്പോൾ ഒരു കവർ ഉണ്ടാകുമല്ലോ. അപ്പോൾ കവർ ഡിസൈൻ ചെയ്യേണ്ടത് നിങ്ങളാണ്. ഹുവ, അവന്. റാഷിദ്. വഹിയ, അവളും. സൈനബയും. യുഹിബാനി അത്തൽബീന, അവളും അവനും. യുഹിബാനി, രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന തെൽബീന, ഒരു കളർ കൊടുക്കാൻ നല്ല ഇഷ്ടമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഹുമ, അവർ രണ്ടുപേരും. യുലവ്വിനാനി സഫഹാത്ത്, പേജുകൾക്കൊക്കെ നിറം നൽകട്ടെ, കളർ കൊടുക്കട്ടെ. ഹുന തുല്ലാബ്, ഇവിടെ കുറേ ആൺകുട്ടികളുണ്ട്, വിദ്യാർത്ഥികൾ. ഹും, അവർ. യഖ്തഊനൽ ഔറാഖ, ഹും, അവർ. യഖ്തഊനൽ ഔറാഖ, അവർ പേജുകളൊക്കെ പേപ്പറുകളൊക്കെ മുറിക്കണം. അപ്പോൾ ഹുനാക്ക ത്വാലിബാത്തുൻ, ഇവിടെ കുറേ പെൺകുട്ടികളുണ്ട്, വിദ്യാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികൾ. ഹുന്ന, അവർ. യർസുംന സുവറ, അവർ ചിത്രം വരക്കണം, അവർ ചിത്രം വരയ്ക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തു. അപ്പോൾ ജാബിർ എന്നുള്ള കുട്ടി ഉപയോഗിച്ച വാക്കുകൾ ശ്രദ്ധിച്ചോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ഈ ചുവപ്പ് നിറത്തിലുള്ള വാക്കുകൾ. എന്തൊക്കെ ജാബിർ ഉപയോഗിച്ചു? ഞാൻ ജാബിറാണ് എന്ന് പറഞ്ഞു. അവിടെ ഞാൻ എന്നതിലേക്ക് ഉപയോഗിച്ച വാക്ക് ഏതാണ്? അന എന്നാണ് അല്ലേ. പിന്നെ നമ്മൾ ഇന്ന് നെഹ്നു നുഇദ്ദു മഅൻ, നമുക്കിന്ന് ഒരുമിച്ച് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ എന്നതിലേക്ക് ഉപയോഗിച്ച വാക്ക് എന്താ? അവിടെ നെഹ്നു എന്നാണ് ഉപയോഗിച്ചത്. നമ്മൾ മലയാളത്തിൽ നമ്മൾ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അറബിയിൽ എന്താണ് നമ്മൾ എന്നതിലേക്ക് പറയുക? നെഹ്നു. ഇനി ക്ലാസ്സിലുണ്ടായ മറ്റു യാസിർ എന്ന കുട്ടികൾ ഇല്ലേ, യാസിറെ, നീ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നീ എന്ന് ഉപയോഗിച്ചപ്പോൾ അതിന് അറബിയിൽ എന്താ പറഞ്ഞത്? അന്ത എന്നാണ് പറഞ്ഞത്, നീ എന്നതിനേക്ക് അല്ലേ. അത് യാസിർ ആയതുകൊണ്ടാണ് അന്ത പറഞ്ഞത്. ഫാത്തിമ എന്നതിനോട് നീ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? അന്തി എന്നാണ് ഉപയോഗിച്ചത് അല്ലേ. അപ്പോൾ ആൺകുട്ടിയാകുമ്പോൾ അന്ത എന്നാണ് ഉപയോഗിച്ചത്, പെൺകുട്ടിയായപ്പോൾ അന്തി എന്നാണ് ഉപയോഗിച്ചത്. പക്ഷേ രണ്ടിൻ്റെ അർത്ഥം എന്തായിരുന്നു? നീ എന്നാണ്. ഇനി അന്തുമ, നിങ്ങൾ രണ്ടുപേരും, ഫാത്തിമയും യാസിറും. അപ്പോൾ രണ്ടാളുണ്ടായത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്? അന്തുമ, നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ അവർ രണ്ടാളുകൾക്ക് എന്ത് പറയല്? അന്തുമ എന്ന് പറയട്ടോ. പിന്നെ അന്തും, നിങ്ങൾ. സാലിമും നബീലും, മൂന്നാളുകളുണ്ടല്ലോ അല്ലേ. അപ്പോൾ മൂന്നാളുകളുണ്ട്, ഞാനിപ്പോൾ രണ്ടിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഉണ്ടായത് കൊണ്ട് അവിടെ ഉപയോഗിച്ചാണ് നിങ്ങൾ എന്നതെനിക്ക് അറബി എന്താ ഉപയോഗിച്ച് അന്തും എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ. ഇനി
അത് ആൺകുട്ടികളായതുകൊണ്ടാണ്. സാലിം ആൺകുട്ടിയാണ്, നബീൽ ആൺകുട്ടിയാണ്, നിഹാൽ ആൺകുട്ടിയാണ്. അപ്പോൾ ഒരു 3 ആൺകുട്ടികളായതുകൊണ്ട് അൻതും എന്നാണ് ഉപയോഗിച്ചത്, നിങ്ങൾ എന്നാണ് അർത്ഥം. അടുത്തത് എന്ത് ചെയ്യുന്നു? യാ ഹാദിയ വനൂറ റമീസ, അവിടെയൊക്കെ പെൺകുട്ടികളാണല്ലോ. അപ്പോൾ നിങ്ങൾ കവർ ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നതിലേക്ക് എന്താ ഉപയോഗിച്ച വാക്ക്? അൻതുന്ന എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ പെൺകുട്ടികളായതുകൊണ്ട് അൻതുന്ന. ഇനി അപ്പോൾ ആൺകുട്ടികൾക്ക് അൻതും എന്നും ഉപയോഗിക്കും, പെൺകുട്ടികൾക്ക് അൻതുന്ന എന്നും ഉപയോഗിക്കും. ഇനി റാഷിദും സൈനബിലെ, അവന് റാഷിദ്, അവൾ സൈനബയും. അപ്പോൾ അവൻ എന്നെനിക്ക് എന്താ ഉപയോഗിച്ചത്? ഹുവ എന്നാണ് ഉപയോഗിച്ചത്. അവൾ എന്നെനിക്ക് എന്താ ഉപയോഗിച്ചത്? ഹിയ എന്ന് ഉപയോഗിച്ചു. ഇനി അവർ രണ്ടുപേരും, റാഷിദും സൈനബിയും എന്നാണ്. അവർ രണ്ടുപേരും, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും. അപ്പോൾ രണ്ടാളുണ്ടായതുകൊണ്ട് ഹുമ എന്നാണ് ഉപയോഗിച്ചത്. പിന്നെ ഹും തുല്ലാബൻ, അവർ കുറേ ആൺകുട്ടികളുണ്ട്. അപ്പോൾ കുറേ ആൺകുട്ടികൾ, അപ്പോൾ കുറേ ഉണ്ടായതുകൊണ്ട് എന്താ ഉപയോഗിച്ചത്? അവർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അറബിയിൽ എന്ത് പറയുക? ഹും എന്ന് പറഞ്ഞു. ഇനി അവിടെ കുറേ പെൺകുട്ടികൾ, ഹുനാക്ക ത്വാലിബാത്തുൻ, അവിടെ കുറേ പെൺകുട്ടികളുണ്ട്. അതിനൊക്കെ എന്താ ഉപയോഗിച്ച്? ഹുന്ന എന്നാണ് ഉപയോഗിച്ചത്. അവർ ചിത്രം വരക്കും, അപ്പോൾ അവരെന്നെനിക്ക് ഹുന്ന എന്നും ഉപയോഗിച്ചു. ഇനി അടുത്ത പേജ്, ഇനി നമുക്ക് വായിക്കാം. നഖറവും നമുക്ക് വായിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വാക്കുകളാണ് ഈ ഓരോ കോളത്തിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് വായിക്കട്ടോ. അൻത യാസിർ, അൻത നീ, യാസിർ യാസിറാണ്. അൻതുമ നിങ്ങൾ രണ്ടുപേരും എഴുതുന്നവരാണ്. അൻതുമ നിങ്ങൾ രണ്ടുപേരും തത്തുബാന് എഴുതുന്നു. അൻതും നിങ്ങൾ തജ്മഊന നിങ്ങൾ സംഘടിപ്പിക്കണം, ഒരുമിച്ച് കൂട്ടണം അല്ലേ നിങ്ങൾ. അപ്പം അൻതും നിങ്ങൾ. അൻതി ഫാത്തിമത്തു, അൻതി നീ, ഫാത്തിമത്തു ഫാത്തിമയാണ്. അന ജാബിറുൻ ഞാൻ ജാബിറാണ്. നഹ്നു നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. ഹുവ റാഷിദുൻ ഹുവ അവൻ, റാഷിദുൻ റാഷിദാണ്. ഹുമ അവ രണ്ടുപേരും, യുലവ്വിനാനി നിറം കൊടുക്കും. ഹും അവർ, യഖ്തഊന മുറിക്കും. ഹിയ അവൾ, സൈനബ് അവൾ സൈനബയാണ്. ഹുന്ന അവർ, യർസുംന അവർ വരക്കും. അൻതുന്ന നിങ്ങൾ, തുസമ്മിംന ഡിസൈൻ ചെയ്യും, നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ വാക്കുകളും ഇവിടെ വന്നിട്ടുള്ള. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി താഴെയുള്ള വർക്കുകൾ നമുക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? നസ്ലു ബിൽ മുനാസബി, യോജിച്ചതിനോട് എന്ത് ചെയ്യാം? നമുക്ക് ചേർത്തി കൊടുക്കാം. ബനാത്തുൻ എന്നുണ്ട്, ബിന്തുൻ എന്നുണ്ട്, തെത്തുബാനി. ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഹിയ, ഹുമ, ഹുന്ന. ഇവിടെ ഹുവ, ഹുമ, ഹും. അതിനെ യോജിച്ച് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. അബനാ ഉൻ, യാസിറുൻ, ബിൻതാനി. അപ്പം മുമ്പ് പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഓർമ്മ ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഈ വർക്കുകൾ ശരിയായ രൂപത്തിൽ ചെയ്യാൻ കഴിയുക. ഒന്നാമത്തേത് എന്താ? ബനാത്തുൻ. ബനാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയോ? മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ബനാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പെൺകുട്ടികൾ എന്നാണ്. ബിന്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. കുറേ പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ എന്ത് പറയും? ബനാത്തുൻ എന്ന് പറയും, പെൺകുട്ടികൾ എന്നുള്ളത്. അപ്പോൾ കുറേ ഉണ്ടല്ലോ, ഒന്നല്ലല്ലോ അല്ലേ? കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളത്? ഹിയ ഉണ്ട്. ഹിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മയില്ലേ? അവൾ എന്നാണ് അല്ലേ? ഹുമ എന്ന് പറഞ്ഞാൽ എന്താ? അവർ രണ്ടുപേരും. ഹുന്ന എന്ന് പറഞ്ഞാൽ അവർ കുറേ ആളുകൾ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന, സ്ത്രീകൾക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലേ? അവൾ, രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ ഹുമ എന്ന് പറയും, കുറേ പെണ്ണുങ്ങൾ എന്ത് പെണ്ണുണ്ടെങ്കിൽ പറയും? ഹുന്ന എന്ന് പറയും. ഒരു പെണ്ണാണെങ്കിൽ ഹിയ എന്ന് പറയും, രണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ ഹുമ എന്ന് പറയും, കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ എന്ത് പറയും? ഹുന്ന എന്നും പറയും. അപ്പോൾ ബനാത്തുനെന്താ? കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഏതാണ് യോജിച്ചത്? അതെ, ഹുന്ന എന്നാണ് യോജിച്ചത്. അപ്പോൾ ഹുന്ന ബനാത്തു അല്ലേ? അവർ പെൺകുട്ടികളാണ്. പിന്നെ ബിന്തുൻ എന്ന് പറഞ്ഞാൽ എന്തിനർത്ഥം? പെൺകുട്ടി എന്നതിൻ്റെ അർത്ഥം അല്ലേ? ഒരു പെൺകുട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും അതിനോട് യോജിച്ചത്? ഹിയ എന്നാണ് യോജിച്ചത് അല്ലേ? ഹിയ എന്ന അവൾ, ബിന്തുൻ എന്നതിനോട് യോജിച്ചത്. ഇനി തെക്തുബാനില്ലേ? നിങ്ങൾ രണ്ടുപേരും എഴുതും. അപ്പോൾ എത്ര ആളുകളുണ്ട്? 2 ആളുകളുണ്ട് അല്ലേ? അപ്പോൾ ഏതാ യോജിച്ചത്? അതെ, ഹുമ എന്നാണ് യോജിച്ചത്, നിങ്ങൾ രണ്ടുപേരും. ഇനി ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ? ഇതുപോലെ ഹുവ ആണിനെ പറയല്ലേ? അവൻ, 2 ആണുങ്ങളുണ്ടെങ്കിൽ എന്താകും? ഹുമയാകും. ഹും എന്താകും? കുറേ ആണുങ്ങൾക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ അബ്നാ എന്നാണ് എന്താ? കുറേ ആൺകുട്ടികൾ എന്നാണ്. അബ്നാ എൻ്റെ അർത്ഥം എന്താണ്? ആൺകുട്ടികൾ എന്ന്. അപ്പോൾ അബ്നാവിന് എന്തിനാണ് ചോദിച്ചത്? ഹുവയാണോ ഹുമയാണോ ഹുൻ എന്നാണോ? ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞു, ഹുമ അവർ രണ്ടുപേരും ഹുന്ന അല്ലേ? അവർ കുറേ ആളുകൾക്ക്. അപ്പോൾ അവർ എന്നാണ് പറയുക. അപ്പോൾ യോജിച്ചതാണ്, ഇതിനോടാണ് യോജിച്ചത്. അപ്പോൾ ഹും അബ്നാ ഉൻ, ഹും അബ്നാ ഉൻ, അവർ ആൺകുട്ടികളാണ്. ഇനി യാസിർ എന്നാണ്. യാസിറിൻ്റെ ഒരു കുട്ടിയുടെ പേരാണല്ലോ അല്ലേ? യാസിർ അപ്പോൾ എന്താണ്? ഒരാളല്ലേ ഉള്ളൂ. അതെ, ഒരാളാകുമ്പോൾ ഏതിനോടാണ് യോജിച്ചത്? അത് ഹുവയോടാണ്
യോജിച്ചപ്പോൾ ഹുവ യാസിറുൻ, അവൻ യാസിറുൻ. ഇനി ബിൻതാനി, രണ്ട് പെൺകുട്ടികൾ. ബിൻതാനി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ ഏതാ രണ്ടെണ്ണത്തിന് ചോദിച്ചത്? ഹുമാ എന്നല്ലേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിലൊക്കെ അർത്ഥങ്ങൾ എന്തിനു അല്ലേ? ഹുവാണ് അവൻ, ഹിയാണ് അവൾ, ഹുമാണ് അവർ രണ്ടുപേരും, ഹും എന്ന് പറഞ്ഞാൽ അവർ, ഹുന്നയും അവർ എന്നാണ് അർത്ഥം. പക്ഷേ ഉപയോഗം വ്യത്യസ്തമാണ്. ഹുവ ഹുമാ ഹും എന്നുള്ളത് ആണിന് ഉപയോഗിക്കുന്നതാണ്, ഹിയ ഹുമാ ഹുന്നക്ക് പെൺവർഗത്തിന് ഉപയോഗിക്കുന്നതാണ്. ഹുമ എന്നുള്ളത് രണ്ടും തുല്യമാണ്. അപ്പോൾ ആണിനും പെണ്ണിനും രണ്ടാളുകളുണ്ടെങ്കിൽ എന്തായിരിക്കും ഉപയോഗിക്കുക? ഹുമ എന്നാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? ഓക്കെ. ബാക്കി ആൾ വ്യത്യാസം, രണ്ടാളുകളാകുമ്പോൾ ഹുമ എന്നാണ് ഉപയോഗിക്കുക, ഒരാളാകുമ്പോഴും അതുപോലെ രണ്ടിൽ കൂടുതൽ മൂന്നോ അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് ഈ താഴെ കൊടുത്ത പ്രവർത്തനങ്ങൾ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നക്ഷിഫു അൽ-ലമാഇറ വനക്തുബുഹ കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളത് നമുക്ക് എഴുതാം. ഇപ്പോൾ ഈ ലമീറുകളൊക്കെ നമുക്ക് കണ്ടെത്തിയിട്ട്, ഈ വാക്കുകളിലുള്ള ലമീറുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ കണ്ടെത്തിയിട്ട് അതുപോലെ ഈ ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് എഴുതാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താ? വഹിബു. എന്തായിരുന്നു ഇതിൻ്റെ അർത്ഥം? വഹിബു എന്ന് പറഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലേ. അതിൽ ഞാൻ എന്നുള്ളൊരു ലമീറുണ്ട്, ഞാൻ ഇല്ലേ, വഹിബു ഞാൻ ഇഷ്ടപ്പെടും. ഞാൻ എന്നതിലേക്ക് എന്താ നമ്മൾ അറബിയിൽ പറയുക? പഠിച്ചല്ലോ, അന എന്നല്ലേ. ഇനി നുഇദ്ദു, നമുക്ക് തയ്യാറാക്കാം. നുഇദ്ദു, അപ്പം നമുക്ക്, നമ്മൾ എന്നുള്ളൊരു ലമീർ അതിലുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്നതിലേക്ക് എന്താ നമ്മൾ പഠിച്ചത്? നെഹ്നു എന്നാണ് പഠിച്ചത്. അപ്പോൾ നെഹ്നു നുഇദ്ദു. ഇനി തെക്തുബാനി, നിങ്ങൾ രണ്ടുപേരും എഴുതും അല്ലേ. അപ്പം നിങ്ങൾ രണ്ടാളുകളുണ്ടല്ലോ, അപ്പോൾ എന്തായിരുന്നു അതിനുപയോഗിച്ചത്? നിങ്ങൾ എന്നതിലേക്ക് എന്താണ് ഉപയോഗിച്ചത്? അൻതുമ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം? അൻതുമ എന്നല്ലേ. തെജ്മഊന, നിങ്ങൾ കുറേ ആളുകളുണ്ട്, അതുകൊണ്ടാണ് തെജ്മഊന, നിങ്ങൾ ഒരുമിച്ച് കൂട്ടും. അവിടെ എന്താണ്? അൻതും എന്നാണ്. അപ്പോൾ കുറേ ആണുങ്ങളാണത്. നിങ്ങൾ എന്ത് ചെയ്യണം? കളറുകളും പേനകളും ഒരുമിച്ച് കൊള്ളേ സംഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളില്ലേ, മൂന്നാളുകളുണ്ട് അല്ലേ. അവിടെ എന്താ ഉപയോഗിച്ചത്? അൻതും എന്നാണ് ഉപയോഗിച്ചത്. ഇനി തുസമ്മിംന, നിങ്ങൾ ഡിസൈൻ ചെയ്യണം എന്നാണ് കുറേ പെൺകുട്ടികളോടെ പറഞ്ഞത്. അപ്പോൾ 3 പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ എന്താ ഉപയോഗിക്കുക? നിങ്ങൾ എന്നാണ് പറഞ്ഞത്. പക്ഷേ പെൺകുട്ടികളായതുകൊണ്ട് അൻതും എന്ന് പറയുമോ? ഇല്ല. പിന്നെ എന്താണ് പറയുക? അൻതുന്ന എന്നാണ് പറയുക. യുലവ്വിനാനി, അവർ രണ്ടുപേരും എന്ത് ചെയ്യും? കളർ കൊടുക്കും എന്നാണ്. അവർ രണ്ടുപേരും കളർ. അപ്പോൾ അവർ രണ്ടുപേരും, അപ്പോൾ അവർ എന്നതിനൊക്കെ എന്താണ് ഉപയോഗിച്ചത്? രണ്ടാളുണ്ടാവുമ്പോൾ എന്താണ്? ഹുമ എന്നാണ് ഉപയോഗിച്ചത് അല്ലേ. ഇനി യഖ്തഊന, അവർ മുറിക്കും എന്നാണ്. പേപ്പറൊക്കെ അവർ മുറിക്കണം എന്ന് പറഞ്ഞു. കുറേ ആൺകുട്ടികളുണ്ടല്ലോ അവിടെ, അവർ പേപ്പർ മുറിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആളുകളുണ്ടായതുകൊണ്ട്, ആൺകുട്ടികളായതുകൊണ്ടും എന്താ പറയുക? ഹും എന്നാണ് പറയുക അല്ലേ. അവർ, ഹും. യർസുംന, അവർ വരക്കുന്നതാണ്. ഈ പെൺകുട്ടികൾ ചിത്രം വരക്കുമല്ലോ. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഹുന്ന എന്നല്ലേ. അപ്പോൾ അവർ രണ്ടിനും ഹവറാണ് ഉപയോഗിച്ചത് പറയുക. പക്ഷേ ആൺകുട്ടികളാകുമ്പോൾ ഹും എന്ന് പറയും, പെൺകുട്ടികളാകുമ്പോൾ ഹുന്ന എന്നും ഉപയോഗിക്കും.